പശ്ചിമേഷ്യയിൽ സമാധാനം തിരികെ കൊണ്ടുവരാനും രാഷ്ട്രീയ അസ്ഥിരത പരിഹരിക്കാനും ലോകരാജ്യങ്ങൾ ഇടപെടണമെന്ന് ബ്രിക്സിന്റെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 70 ലക്ഷത്തോളം ഇന്ത്യക്കാർ തൊഴിലെടുക്കുന്നതിനാൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. സിറിയയിലെ ആഭ്യന്തര സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ ഇന്ത്യ തയ്യാറാണ്. ഇറാഖിലെ സംഘർഷം അവസാനിപ്പിക്കാൻ യോജിച്ച ശ്രമങ്ങളുണ്ടാകണം. ആഗോള ഭീകരത നേരിടാൻ അംഗരാജ്യങ്ങൾ ഒന്നിക്കണമെന്നും മോദി പറഞ്ഞു. ബ്രിക്സ് രാജ്യങ്ങൾ രൂപം നൽകിയ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ശക്തമായ സാന്നിധ്യമാകണമെന്ന പ്രസ്താവനയോടെയാണ് ബ്രസീലിലെ ഫോർട്ടലോസിയിൽ ചേർന്ന 6ാമത് ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചത്. ലോകബാങ്കിനും അന്താരാഷ്ട്ര നാണയനിധിക്കും ബദലാകാൻ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 10,000 കോടി രൂപയുടെ പ്രാരംഭ മൂലധനത്തോടെ ബ്രിക്സ് വികസന ബാങ്ക് തുടങ്ങാൻ കഴിഞ്ഞ ദിവസമാണ് ധാരണയായത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ പ്രധാന വിദേശ സന്ദർശനമെന്ന നിലയിലും ബ്രിക്സ് ഉച്ചകോടി ശ്രദ്ധേയമായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരുമായി മോദി തന്ത്രപ്രധാന ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഉച്ചകോടിക്ക് ശേഷം മോദി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും. ന്യൂസ് ഡെസ്ക് മീഡിയ 1.